ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും ആയവയിൽ നിലകൊള്ളുന്ന ഈശ്വരാംശത്തെ സ്മരിച്ചുകൊണ്ട് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നന്മയിലൂടെ മനുഷ്യകുലത്തിൻ്റെ വിജയത്തിനും മനുഷ്യകുലത്തിൻ്റെ ഉയർച്ചയ്ക്കും നല്ലത് കേൾക്കുവാനായിക്കൊണ്ടും നല്ലത് പറയുവാനായിക്കൊണ്ടും നല്ലത് ചെയ്യുവാനായിക്കൊണ്ടും പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യരെയും, കൂലിപ്പണിക്കാരെയും, ഓഫീസിൽ ജോലി ചെയ്യുന്നവരെയും, ഗവൺമെൻറ് ജോലിക്കാരെയും, പ്രൈവറ്റ് ജോലിക്കാരെയും, ബിസിനസ്സുകാരെയും, കച്ചവടക്കാരെയും, ഡ്രൈവർമാരെയും, ഡോക്ടർമാരെയും, വക്കീലമാരെയും, ജഡ്ജിമാരെയും, പോലീസുമാരെയും എന്ന് വേണ്ട ലോകത്തിൽ എന്തെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങളാണോ മനുഷ്യർക്കായിക്കൊണ്ട് നിലകൊള്ളുന്നത്, ആയവയെല്ലാം ധർമ്മനിഷ്ഠയോടുകൂടിയും വ്യക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും മനുഷ്യനും ചേരുന്ന രീതിയിൽ ധർമ്മനിഷ്ഠയോടുകൂടിയും സത്യനിഷ്ഠയോടുകൂടിയും ആയിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഏവർക്കും പ്രണാമം, നമസ്കാരം. ഇന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ നിന്നെല്ലാം ഒരുപാട് കർമ്മപരിപാടികളും ആഘോഷങ്ങളും ഉത്സവങ്ങളും വിവാഹങ്ങളും സൽക്കാരങ്ങളും ആയതുപോലുള്ള മറ്റും പരിപാടികളിലേക്കായും ജോലിക്കായിക്കൊണ്ടും വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്കായിക്കൊണ്ടും ഒരുപാട് കാര്യങ്ങൾക്കായിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളടങ്ങുന്ന കൂട്ടായ്മയോടുകൂടിയും അല്ലെങ്കിൽ ഒറ്റയ്ക്കോ പുറത്തേക്ക് പോകുന്ന, ബന്ധുവീട്ടിലേക്ക് പോകുന്ന ഒരുപാട് കാര്യങ്ങളോടുകൂടി ഓരോ ദിനവും നീങ്ങി പോകുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കിയില്ല എങ്കിൽ അത് ശരീരത്തിനും ആയുസ്സിനും ഒരുപാട് ദോഷം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നതെന്നറിയണം. സ്വന്തം വാഹനങ്ങളിലല്ലാതെ പോകുന്ന, വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ അവരണിയുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും കൂടാതെ കണ്ടാണ് സഞ്ചരിക്കുന്നതും. ഇനി എത്ര ശ്രദ്ധയുള്ളവരാണെങ്കിലും കുടുംബത്തോടും കൂട്ടത്തോടും കൂടി ബസ്സുകളിലും മറ്റും വിവാഹ സ്ഥലങ്ങളിലും പാർട്ടി പരിപാടികളിലും ഒരുപാട് ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘങ്ങളായി രൂപീകരിച്ചുകൊണ്ട് അതിനുള്ള പ്രാവീണ്യം നേടിക്കൊടുത്തുകൊണ്ട് അതിശക്തമായിട്ടുള്ളൊരു സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഗ്രാമങ്ങളിലും നാടുകളിലും എല്ലായിടത്തും പല വേഷങ്ങളിലും പല കോലങ്ങളിലും ആളുകൾ വന്നുകൊണ്ടിരിക്കും. പുരുഷന്മാരില്ലാത്ത വീടുകളിൽ ആരെന്ത് കാര്യം പറഞ്ഞുകൊണ്ട് വന്നാലും അവരുടെ മുമ്പിലേക്ക് ഓപ്പണായി വീട് തുറന്നുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലുകയോ പോകുകയോ പാടില്ലെന്ന് അറിഞ്ഞുകൊള്ളണം. പരിചയമില്ലാത്തവരാണ് വന്നതെങ്കിൽ വാതിൽ തുറക്കാതെ കണ്ട് അവരോട് സംസാരിക്കുക, കാര്യങ്ങൾ തിരക്കിയതിന് ശേഷം അവരെ പറഞ്ഞു വിടുക. അവരുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുവാനോ അവരുടെ ഏതെങ്കിലും കാര്യങ്ങൾക്കായിക്കൊണ്ട് നമ്മൾ നേരിട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള സംസാരത്തിനോ മറ്റു കാര്യങ്ങൾക്കോ നിൽക്കരുതെന്ന് പറഞ്ഞുകൊള്ളുന്നു. കാരണം നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണം ആരുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ബലമായി പിടിച്ചു വാങ്ങുവാനായിക്കൊണ്ടും നിങ്ങളുടെ കയ്യിൽ നിന്നത് പറിക്കുവാനും അവർ
വളരെ വൈകാരികമായിട്ടുള്ള പ്രകമ്പനങ്ങളോട് കൂടി നിങ്ങളെ നേരെ തിരിയും. ശ്രദ്ധിക്കണം. ആയതുപോലെ വീട്ടിനകത്ത് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ദേഹത്തിലുള്ള ആഭരണങ്ങൾ അഴിച്ചു വെക്കണം. ഇല്ലെങ്കിൽ അവരുടെ ജീവനും ആപത്താണെന്നറിയണം. ഇല്ലെങ്കിൽ അവരണിയുന്ന ആഭരണത്തിന് യാതൊരു തരത്തിലുള്ള നിലനിൽപ്പും ഇല്ലെന്നറിയണം. സ്വർണം എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും, എങ്ങനെ എടുക്കാം, എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് നല്ല അറിവും പ്രാവീണ്യവും നേടിയിട്ടുള്ളവർ ഒരുപാട് പേര് ഒരു തൊഴിലിനും പോകാതെ ഇതാണ് നല്ല തൊഴിലെന്നും കണ്ട് ഈ മോശപ്പെട്ട അവസ്ഥയിലൂടെ മനുഷ്യൻ ഒരുപാട് തകർന്ന പാപത്തോടു കൂടി എന്തിനോ ഏതിനോ വേണ്ടി നടക്കുന്നു. പറയുന്നു, പല ഭാഗത്തുനിന്നും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെടുന്നു. ആരും അത് പുറമെ പറയുവാനായിക്കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അതവർക്ക് കേൾക്കുമ്പോൾ മാനക്കേട് എന്നുള്ളൊരു രീതി വെച്ചുകൊണ്ട് പോയതിനെ കുറിച്ച് അവർ മാത്രം അറിഞ്ഞുകൊണ്ടും ഞങ്ങളിതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉള്ളൊരു ബോധ്യത്തോടു കൂടി ആരെയും അതറിയിക്കാതെ കണ്ട് പോകുന്നു. ശ്രദ്ധിക്കണം. ഓരോ വീടുകളിലും ഓരോ സഞ്ചാരപാതകളിലും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു പോകാതിരിക്കണം. സ്വന്തം വാഹനത്തിലല്ലാതെ കണ്ട് പുറമേ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ പോയാൽ കയ്യിലുള്ള പണവും പ്രത്യേകിച്ച് ആഭരണവും നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യത്തോടു കൂടി മാത്രം പോകണം. അങ്ങനെ പോയാലും പ്രശ്നമില്ലല്ലോ. ഞാൻ ആദ്യം തന്നെ കണക്ക് കൂട്ടിയിട്ടാണ് പോയത്, അതുകൊണ്ട് പോയി ഇനിയൊരു പ്രശ്നമില്ല, അത് പോയത് പോട്ടെ എന്ന് വിചാരിക്കാം. അതല്ല, അതിനോട് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് നഷ്ടപ്പെട്ടാൽ വാങ്ങാനുള്ളൊരു ത്രാണിയോ സാമ്പത്തികപരമോ നമുക്കില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയവരാണെങ്കിൽ കഴിവതും ഫാൻസി ആഭരണങ്ങൾ, മുത്തോ അല്ലെങ്കിൽ ഫാൻസി ഐറ്റം ആഭരണങ്ങൾ അണിഞ്ഞ് വിവാഹ പാർട്ടികൾക്കും സൽക്കാരത്തിനും പോയാൽ മതി എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ആയതുപോലെ തന്നെ സൽക്കാരങ്ങൾക്കും മറ്റും പോകുമ്പോൾ പലതരത്തിലുള്ള ആഹാരങ്ങളും അന്നപാനീയങ്ങളും അവിടങ്ങളിൽ നിന്നും കിട്ടുവാനായിക്കൊണ്ട് സാധിക്കും. പറയുന്നു, മത്സ്യം കഴിക്കുമ്പോൾ മാംസം ചേർത്ത് അവിടെ നിന്ന് കഴിക്കരുത്. മാംസമാണോ കഴിക്കുന്നത്, ആയതിൻ്റെ കൂടെ മത്സ്യവും കൂടി ചേർത്ത് കഴിക്കരുത്. ഇത് രണ്ടും കഴിച്ച് വീണ്ടും അവിടെ തൈരടങ്ങിയിട്ടുള്ള ഭക്ഷണമുണ്ടല്ലെങ്കിൽ തൈര് വേറെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കുറച്ചതും കഴിക്കുക എന്നുള്ളതാണ് ശീലം. തീരെ ആവരുത് എന്ന് പറയുന്നു. കാരണം ഇതെല്ലാം ശരീരത്തിൽ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കഴിച്ച് ദഹനക്കുറവിനെയും വേണ്ട രീതിയിലുള്ള ദഹന പ്രക്രിയ നടക്കാത്തത് കൊണ്ട് ഈ കഴിക്കുന്ന മാംസവും മത്സ്യവും തൈരും എല്ലാം കൂടി വിഷമയമായിട്ടുള്ള അവസ്ഥയിലൂടെ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരത്തിൽ വേണ്ടാത്തതായിട്ടുള്ള കൊഴുപ്പും നീർക്കെട്ടും ദൂഷ്യങ്ങളും ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ ഭക്ഷണങ്ങളെല്ലാം മാറിപ്പോകുന്നു. ആയതിലുള്ള മാലിന്യങ്ങളൊന്നും പുറമേക്ക് പോകാതെ കണ്ട് ശരീരത്തിനകത്ത് കെട്ടിക്കിടന്നുകൊണ്ട് അത് ജീർണിച്ച് അത് വിഷമയമായി പുളിച്ചു തകട്ടലും ഗ്യാസും വയറ് വീർക്കുന്ന അവസ്ഥയും വയറുവേദനയും അതിടയ്ക്കിടയ്ക്ക് ആദ്യം ഉണ്ടാകുന്നു. പിന്നീട് അത് സ്ഥിരം മാറാത്തതായിട്ടുള്ള വേദനയിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കണം. കഴിക്കുന്ന ആഹാരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭവം മാത്രം തിരഞ്ഞെടുത്ത് വേണ്ടത് കഴിച്ചു മടങ്ങണം.
ഇത് മുമ്പിലിരിക്കുന്നതെല്ലാം തിന്നുവാനുള്ളതാണ്. ഇതെല്ലാം തിന്നണം. വയറ് നിറഞ്ഞാലും വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള ചിന്തയോട് കൂടി ആരും ഒരു പാർട്ടിക്കും പരിപാടിക്കും സൽക്കാരത്തിനും പോകരുത്. അങ്ങനെ പോയാൽ ഒരു ദിനമല്ല, 2 ദിനമല്ല, പല ദിനങ്ങളിലും സാധാരണയായും ഇത് അധികരിച്ച് കഴിക്കുന്നത് കൊണ്ട് ആശുപത്രികളിലും മറ്റും സ്ഥലമില്ലാതായിരിക്കുന്നു രോഗികളെ കൊണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികളല്ല, ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന തകർച്ചവ്യാധികളായി മാറുന്നു കഴിക്കുന്ന ആഹാരങ്ങൾ കൊണ്ട്. ശരീരം പുഷ്ടിപ്പെടുന്നതിന് പകരം ശരീരം തൻ്റെ പ്രായത്തിനും തൻ്റെ വളർച്ചയ്ക്കും ഒതുങ്ങാത്ത രീതിയിൽ ശരീരം വളരുകയും ശരീരത്തിൽ ഒരുപാട് കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകളും നീർദൂഷ്യങ്ങളും കഫദൂഷ്യങ്ങളും പിത്തദൂഷ്യങ്ങളും അവയവങ്ങളെ ഒരുപാട് പ്രവർത്തനക്ഷമത അല്ലാതെ ആക്കി മാറ്റുന്നു. നാഡീനരമ്പുകളെല്ലാം കട്ടായി പോകുന്നു. കഴിക്കുന്ന ആഹാരം ദഹിക്കണമെങ്കിൽ നിങ്ങൾ ഓടാറുണ്ടോ, ചാടാറുണ്ടോ, പണിയെടുക്കാറുണ്ടോ? ഒരു ദിനം വന്നാൽ ഇന്നിപ്പോൾ ഒന്നിനും വയ്യ, ആ ചെയ്യാനുള്ളത് പിന്നെ ചെയ്യാം, ഈ ചെയ്യാനുള്ളത് പിന്നെ ചെയ്യാം, അങ്ങനെ ഒരുപാട് മടിയും ഒരുപാട് മടിയിൽ ഒരുപാട് ആഹാരവും വേണ്ടാത്തതായിട്ടുള്ള ആഹാരങ്ങളും തിന്ന് ചീർത്ത് വീർത്ത് മുട്ടി എന്തോ ഒരു കോലക്കേടായി നടക്കുന്ന അവസ്ഥയിൽ പലരും മാറി. പലരും അങ്ങനെ ആയിപ്പോയി. ഒരുപാട് പണിയെടുക്കുന്നവരിൽ ഒരുപാട് ആഹാരം കഴിക്കുന്നതായാലും വലിയ കുഴപ്പമില്ലാതെ അവരിൽ അവശേഷിക്കുന്നതായിട്ടുള്ള ദഹിച്ചതിന് ശേഷമുള്ള ആഹാര പദാർത്ഥങ്ങളുടെ വേസ്റ്റുകളെല്ലാം വിയർപ്പായും മലമൂത്ര വിസർജനാദികളുടെയും പുറത്തേക്ക് പോകുവാനായിക്കൊണ്ട് നല്ലോണം പണിയെടുക്കുന്നവർക്ക് സാധിക്കുന്നു. അല്ലാത്തവരിൽ ആയവ നീർദൂഷ്യവും കഫദൂഷ്യവും കൊഴുപ്പും മറ്റും ആയി കിടന്നുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുവാനായിക്കൊണ്ട് ആയവ ആക്കും കൂട്ടുന്നു. ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് ആരോഗ്യവാനായിരിക്കുന്ന ഒരാൾ നാളെ അനാരോഗ്യവാനായിരിക്കുവാനായിക്കൊണ്ട് സാധിക്കും. അപ്രകാരമാണ് വേണ്ടതെങ്കിൽ ചിന്തിക്കുക. അല്പാഹാരം കഴിക്കുക. വയറ് പൂർണ്ണമായി നിറയ്ക്കാതെ കണ്ട് ആഹാരം കഴിക്കുക. പലതും കൂട്ടിയിട്ടല്ല. ഏതെങ്കിലും തരത്തിലുള്ള മീൻ കഴിക്കുന്നവർ മീൻ മാത്രം കഴിക്കുക. മാംസം കഴിക്കുന്നവർ അത് മാത്രം കഴിക്കുക. തൈര് കഴിക്കുന്നവർ അത് മാത്രം കഴിക്കുക. തൈരും മാംസവും മത്സ്യവും എല്ലാം കഴിച്ചതിന് ശേഷം വയറ് നല്ലോണം ഫുള്ളായതിനു ശേഷം വീണ്ടും പാലടങ്ങുന്ന പായസം 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ 3 ഗ്ലാസ്സോ അതും കൂടി കുടിക്കുന്നു. ഇതിൽ പരം വിഷമയമായിട്ടുള്ളത് എന്താണുള്ളത്? മനുഷ്യൻ്റെ ശരീരത്തിൽ 90% ജലാംശമാണെന്നറിയണം. ബാക്കിയുള്ള ഭാഗങ്ങളിലാണ് മറ്റുള്ളതെല്ലാം നിലകൊള്ളുന്നതറിയണം. കുറഞ്ഞ അളവിൽ പലവട്ടങ്ങളായി ആഹാരം കഴിക്കണം. 2 നേരം കൊണ്ടും 3 നേരം കൊണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരുപാട് വയറ് വീർപ്പിച്ചുകൊണ്ടുള്ള ആഹാരം കഴിക്കുന്നതിൽ പിന്നോട്ട് പോകണം. ഒരു തവണ മാത്രം നിങ്ങൾ ആഹാരം വയറ് നിറച്ച് കഴിച്ചോളൂ. 12 മണിക്കോ അതിനു മുമ്പോ 12 മണിക്കൊരു നേരം നല്ലോണം പച്ചക്കറികളും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഇലക്കറികളൊക്കെ ചേർത്ത് ഇതിൽ വേണമെങ്കിൽ മീനോ മാംസമോ അല്ലെങ്കിൽ തൈരോ ചേർക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം
പാലടങ്ങുന്നതായിട്ടുള്ള പായസമോ മധുര പലഹാരങ്ങളോ കഴിക്കരുത്. ഇതെല്ലാം ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യും. അത് മനസ്സിനെയും ബുദ്ധിയെയും ഭ്രമിപ്പിക്കുന്നതാണെന്നറിയണം, ദൂഷിപ്പിക്കുന്നതെന്നാണെന്നറിയണം. നല്ല ആഹാരങ്ങൾ ശരീരത്തെ പുഷ്ടിപ്പെടുത്തും, നല്ല ചിന്തകളുണ്ടാക്കും, നല്ല ബുദ്ധിക്കും അത് പ്രചോദനമായി തീരും. ഒരുപാട് ആഹാരങ്ങൾ ക്രമം തെറ്റിയതായിട്ടുള്ള രീതിയിലൂടെ ചേർത്തിട്ടുള്ള അന്നപാനീയങ്ങൾ അത് മനസ്സിനും ബുദ്ധിക്കും ഒരുപാട് ദോഷം ചെയ്യുന്നതാവും, ശരീരത്തിന് അതിലേറെ ദോഷം ചെയ്യുന്നതാവും എന്നറിയണം. ഒരുപാട് രോഗികൾ ഉള്ളത് നമ്മുടെ സംസ്ഥാനത്താണെന്നും അത് നമ്മുടെ ജില്ലകളിലാണെന്നും അറിയുന്നു. മലപ്പുറം ജില്ലയിലാണ് ഒരുപാട് ശാരീരികപരമായിട്ടുള്ള അറ്റാക്കുകളും മറ്റും കൂടുതൽ ഉണ്ടായി വരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണോ അസത്യമാണോ എന്നറിഞ്ഞുകൂടാ, കേട്ടുകേൾവിയാണ്. കുറ്റപ്പെടുത്തരുത്. ജില്ലയെ കുറ്റപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ജില്ലകൾക്ക് എന്താണ് കുറ്റം? അവിടെ താമസിക്കുന്നവർക്കോ ജീവിക്കുന്നവർക്കുമാണ് കുറ്റം. അവരുടെ കാഴ്ചപ്പാടുകളും കണ്ടെത്തലുകളിലാണ് കുറ്റമുള്ളത്. അവരുടെ കഴിക്കുന്ന ആഹാരത്തിലും ആഹാരക്രമത്തിലും കഴിക്കുന്ന തോതിലും അളവിലും ചേർക്കുന്ന ചേരുവകളിലുമാണ് കുറ്റം ദോഷമുള്ളത്. അറിവില്ലാതെ കൊണ്ടാണെന്നറിയുന്നു. അറിവില്ലായ്മ എന്നുള്ളതൊരു കുറ്റമല്ല, അറിവില്ലായ്മ എന്നുള്ളൊരു ദോഷം മാത്രമാണ്. അതൊരു കുറ്റം ആയി കാണുവാൻ ആവില്ല. അതുകൊണ്ട് നേരറിഞ്ഞു പോകണം, ജീവിക്കണം. നല്ലതറിഞ്ഞു വാഴണം, വളരണം, ഉയരണം. നല്ലത് കേട്ടുകൊണ്ട് ഉയരുകയും നല്ലത് കഴിച്ചുകൊണ്ട് ഉയരുകയും നല്ല വായു ശ്വസിച്ചുകൊണ്ട് വളരുകയും ഉയരുകയും വേണ്ട രീതിയിലുള്ള ശരീരത്തിന് ആയാമവും വ്യായാമവും കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒത്തിരിയെങ്കിലും ഓരോ ദിനവും വേണ്ടതാകുന്നു, ദീർഘായുസ്സിനും ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാനായിക്കൊണ്ടും. ഇരിക്കും കാലവും സ്വന്തം കഴിച്ചുകൊണ്ടും കുളിച്ചുകൊണ്ടും നമ്മൾ പോവേണ്ടവരാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. ഒന്നും കൂടി പറയുന്നു, നമ്മളിരിക്കും കാലം, ജീവിച്ചിരിക്കും കാലം നമ്മൾ സ്വയം കുളിച്ചുകൊണ്ടും കഴിച്ചുകൊണ്ടും നമ്മൾ പോണ സമയമാവുന്നവരേക്കും ഇരിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന ഓരോ വിഷമങ്ങളും നമ്മൾ ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും ആയതിൽ വരുന്നതായിട്ടുള്ള ക്രമത്തിനതീതമായിട്ടുള്ള അക്രമമായി വരുന്ന കഴിക്കുന്നതിൽ നിന്നും തിന്നുന്നതിൽ നിന്നും കുടിക്കുന്നതിൽ നിന്നും ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണെന്നറിയണം. രോഗം ആരും എവിടെയും എത്തിച്ചു കൊടുക്കുന്നില്ല. രോഗം നമ്മൾ തന്നെ വാങ്ങുകയാണ്, വരുത്തുകയാണെന്നറിയണം. നമ്മൾ സ്വന്തം രോഗം ഉണ്ടാക്കുകയാണെന്നറിയണം. അറ്റാക്ക് പകരുന്നതല്ല, അത് നമ്മൾ സ്വന്തം ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നറിയണം. ശാസ്ത്രലോകം പറയുന്നു, അച്ഛനോ അച്ചച്ചനോ അറ്റാക്കുണ്ടെങ്കിൽ അതിൻ്റെ പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. ആയതിനോട് യോജിക്കുവാൻ കഴിയുന്നില്ല. അച്ഛൻ ജീവിച്ച സാഹചര്യം അറ്റാക്കുണ്ടായെങ്കിൽ മകൻ അത്രയും ഒരു സാഹചര്യത്തിലൂടെയല്ല ജീവിക്കുന്നതെങ്കിൽ ആ മകന് അറ്റാക്ക് വരണം എന്നില്ല. പക്ഷേ ശ്രദ്ധയോടുകൂടിയും തൻ്റെ കർത്തവ്യത്തോടു കൂടിയുമാണ് അവൻ വളരുന്നതെങ്കിൽ ആയവ ബാധിക്കുന്നില്ല. അവനും അച്ഛൻ്റെ അതേ പാതയാണോ പിന്തുടരുന്നത്, അവനും ആയതുപോലുള്ള അറ്റാക്കുകൾ വരും. അത് അച്ഛനില്ലെങ്കിലും മകന് വരും. ആയതാണ് അതിൻ്റെ പരമാർത്ഥം, സത്യം. ഇന്ന് കാണുവാൻ നല്ല അഴകുണ്ട്, നല്ല ചമയങ്ങളും വർണ്ണങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പോകുമ്പോൾ എല്ലാം നല്ലത് തന്നെ. പക്ഷേ ശ്രദ്ധിക്കണം, നാളെ നമ്മളും രോഗിയായി മാറും. അനാരോഗ്യമുള്ള അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചാൽ വിഷമമാണ്. നമ്മൾ കിടപ്പിലായി കഴിഞ്ഞാൽ ആയതിൻ്റെ ദൂഷ്യങ്ങൾ എന്തെന്ന് ആലോചിക്കണം. ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ ഒരാൾ കൊണ്ടുതരേണ്ടതായിട്ടുള്ള അവസ്ഥ, കഷ്ടപ്പാടിൻ്റെ അവസ്ഥ, ദുരിതത്തിൻ്റെ അവസ്ഥ അങ്ങനെ വന്നെത്തുകയായി. മനുഷ്യൻ്റെ കർത്തവ്യം എന്തെന്ന് ഒരു മനുഷ്യനാണെങ്കിൽ ആയത് അവൻ്റെ അറിവെന്താണെന്നും അറിഞ്ഞു നേടി മുന്നോട്ട് ഉയരുവാനായിക്കൊണ്ട് ശ്രമിച്ചുകൂടെ.
അങ്ങനെ ശ്രമിച്ചാൽ ഒരുപാട് ദുരിതദോഷങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാവും, മുക്തി ഉണ്ടാവും എന്ന് പറയുന്നു. ഞാനില്ല, പ്രകൃതി ബോധിപ്പിക്കുന്നു. അമ്മ തരുന്നതാണ് കഴിക്കുന്നത്. അമ്മ തരുന്നതാണ് കഴിക്കുന്നത്. പക്ഷേ അമ്മ തരുന്ന സമയത്താണ് അമ്മ തരുന്നത് തിന്നുന്നത് സ്വയം നമ്മൾ എടുത്ത് കഴിക്കാനാകുമ്പോഴാണ് പ്രയാസങ്ങളാകുന്നത്. അമ്മ തരുന്നത് ശ്രദ്ധിച്ച് മാത്രമേ തരുന്നുള്ളൂ. അമ്മ ഊട്ടുമ്പോൾ ശ്രദ്ധിച്ച് മാത്രമേ ഊട്ടുന്നുള്ളൂ. താൻ കഴിച്ച് ശീലിച്ചിട്ടില്ലാത്തതായിട്ടുള്ളതൊന്നും തൻ്റെ കുഞ്ഞിനായിക്കൊണ്ട് മാതാവ് കൊടുക്കുന്നില്ല. അവൻ്റെ ബുദ്ധിക്കും അവൻ്റെ ശരീരത്തിനും വളർച്ചയ്ക്കുതകുന്ന രീതിയിലുള്ള ആഹാരമാണ് അമ്മ നമുക്ക് കുഴച്ച് തന്നിട്ടുള്ളത്. അത് കഴിച്ചല്ല പിന്നീട് നമ്മൾ ജീവിക്കുന്നത്. ഓർക്കണം, ഒരുപാട് വിദേശ ഭക്ഷണങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പുറകെ ഒരുപാട് ആളുകൾ ഓടുന്നു. ഓടാൻ പറ്റാത്തവർ വീട്ടിലേക്ക് മറ്റുള്ളവരിൽ നിന്ന് ഓടിക്കുന്നു. ഓടാൻ പറ്റാത്തവർ ഓട്ടമറിയാവുന്നവരെ കൊണ്ട് ആ ഫാഷനായിട്ടുള്ള ആഹാരങ്ങൾ തൻ്റെ വീട്ടിലേക്കായിക്കൊണ്ട് എത്തിക്കുവാനായിക്കൊണ്ട് ഓടുന്നു. എല്ലാം ഓട്ടം തന്നെ. എന്തിനു വേണ്ടി? ഇത് ജീവിതത്തിന് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാക്കുന്നതെന്നറിയണം. സ്വയം ചിന്തിക്കണം. എല്ലാവർക്കും അവരവരുടെ ജീവിതം സുഖകരമാക്കുവാനായിക്കൊണ്ട് പറയുന്നു. മത്സ്യമാംസാദികളുടെ ഉപയോഗം വളരെ പരിമിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കണം. മുമ്പ് പോയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, വരുന്ന ഡിസംബർ മാസമാകുമ്പോഴത്തേക്കും ചൂടുമായിട്ട് വരുന്നതായിട്ടുള്ള അതുകൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ഒരുപാട് ദോഷങ്ങളും ശാരീരികവും മാനസികപരമായിട്ടും പ്രയാസപ്പെടുത്തുന്നതായിട്ടുള്ള വിഷമങ്ങളോട് ഒരവസ്ഥ ഉണ്ടാകുന്നു. മുൻപുണ്ടായിട്ടുള്ള രോഗമാണോ പുതിയതായിട്ടുണ്ടാകുന്ന രോഗമാണോ എന്നറിഞ്ഞുകൂടാ. ഡിസംബർ മാസത്തിൽ ഒരുപാട് ശരീരത്തെ ദുഷിപ്പിക്കുന്നതായിട്ടുള്ള വിഷമങ്ങൾ വരുന്നു, ആയവ കാണുന്നു. ആയതിനു വേണ്ടി ശ്രദ്ധിക്കാനായിക്കൊണ്ട് ആ കാലത്തെ അതിജീവിക്കുവാനായിക്കൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം മത്സ്യം കഴിക്കുകയും മാസത്തിലൊരു പ്രാവശ്യം മാംസം കഴിക്കുകയും ചെയ്ത് ശീലിക്കണം. വരുന്ന കാലത്തെ നമ്മൾക്ക് ആയതിൽ നിന്നും രക്ഷ കിട്ടുവാനായിക്കൊണ്ട് ആ കാലാവസ്ഥയെ നമുക്ക് അനുകൂലമാക്കുവാനായിക്കൊണ്ട് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെ അനുകൂലമാക്കി തീർക്കുവാനായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ മാസം ആദ്യവാരമോ പകുതിയോ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലോ ഒരുപാട് ദോഷങ്ങൾ കാലാവസ്ഥ കൊണ്ടുണ്ടാകുവാനായിക്കൊണ്ട് ഉണ്ടെന്ന് പറയുന്നു. അഗ്നിപർവ്വതങ്ങൾക്ക് വരെ പൊട്ടുന്നൊരവസ്ഥ പറയുന്നു. അഗ്നിപർവ്വതങ്ങൾ എവിടെയാണോ ഉള്ളത് ആയവ ചൂട് കാരണം പൊട്ടിയൊലിക്കുന്നു എന്ന് പറയുന്നു. അതൊരുപാട് കിലോമീറ്റർ കണക്കിന് വ്യാപ്തിയോടുകൂടി പൊട്ടുന്നു. ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവിൽ അഗ്നിപർവ്വതം പൊട്ടി അതിൻ്റെ ലാവകളും അതിൻ്റെ ദൂഷ്യവശങ്ങളും 100 കിലോമീറ്റർ ചുറ്റളവിലുണ്ടാകും എന്ന് പറയുന്നു. ശ്രദ്ധിക്കണം ഏവരും. ആ സമയത്ത് വായുമാർഗേണ പോകുന്ന വാഹനങ്ങൾക്കും അതിൻ്റെ ഈ പറഞ്ഞ പ്രകാരമുള്ള ചുറ്റളവിലൂടെ പോകുന്ന മറ്റു ട്രെയിനുകളോ ബസ്സുകളോ വാഹനങ്ങളോ നിർത്തലാക്കണം എന്ന് പറയുന്നു. അതെല്ലാം അത് ഉള്ളിടത്ത് ആളുകൾ ശ്രദ്ധിക്കട്ടെ, പരിശോധിക്കട്ടെ, ആയതിനനുസരിച്ച് നീങ്ങട്ടെ. ഞാൻ പറയുന്നു, നമ്മുടെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. ചൂടുള്ള സമയത്തേക്ക് നിങ്ങൾക്കറിയാം, ചൂടുള്ള സമയമാകുമ്പോൾ പച്ചക്കറിയും ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും ഉള്ള ആഹാരമാണ് ശരീരത്തിന് ഉത്തമമെന്നും ചൂടുകാലമാകുമ്പോൾ ഒരുപാട് മാംസോപയോഗം
ആ ചൂടിനെ ഒരുപാട് ചൂട് ശരീരത്തിന് വർദ്ധിക്കുവാനായിക്കൊണ്ട് ഉപകരിക്കുള്ളൂ എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. എങ്കിലും പറയുന്നു, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഡിസംബർ മാസത്തിൽ നമുക്ക് പ്രതികൂലമായിട്ടൊരു കാലാവസ്ഥ വന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരാനില്ല. നിങ്ങൾ ശ്രദ്ധിക്കണമെന്നേ എനിക്ക് വീണ്ടും പറയാനുള്ളൂ. എല്ലാവർക്കും പ്രണാമം, നമസ്കാരം.